ഉണരൂ ഭൂഭോക്താവേ ഉണരൂ. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടോപ്പിക് എന്തോ അത് ശരി പറയും. എല്ലാവർക്കും സ്വാഗതം. പിന്നെ നമ്മൾ അംഗൻവാടിയിൽ രജിസ്റ്റർ ചെയ്തായിരുന്നു പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത്. അപ്പോൾ അതിൻ്റെ ഫ്രീ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ടല്ലോ. ഞാൻ പോയി വാങ്ങിക്കാനിരുന്നേ, പക്ഷെ അവരിപ്പോൾ പറയുന്നത് ആള് വരണം, ഫോട്ടോ വേണം, ആധാർ കാർഡ് വേണം. അവർക്കൊരു വിശ്വാസമില്ല. നേരത്തെ നമുക്ക് ആൾ ചെന്നാൽ നമുക്ക് തരുമായിരുന്നു, ആര് ചെന്നാലും തരുമായിരുന്നു. ഇപ്പം നമുക്ക് നമ്മൾ ഫോട്ടോ എടുത്തിട്ട് അത് അപ്ലോഡ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്കിപ്പോൾ തരത്തുള്ളൂ. എല്ലാ വട്ടവും ഇല്ല, ഒരു വട്ടം നമ്മൾ ചെയ്യണം. ഇനി വേണ്ട, അടുത്ത വട്ടം എനിക്ക് പോയി വാങ്ങിക്കാം. പോയി വാങ്ങാം, ഇനി ചെന്നാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്ന് അതിന് വേണ്ടി പോയതായിരുന്നു. അതിൻ്റെ ഒരു കുഞ്ഞ് വ്ളോഗാണ് ഇന്ന് ഞങ്ങൾ കാണാൻ പോകുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം. തുടക്കത്തിലേ പറയണം, എന്തായാലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഷെയർ ചെയ്യുക, അത് മറക്കരുത് കേട്ടോ. ബൈ. ഓക്കെ, ബൈ. പോട്ടെ മീ. അംഗൻവാടി പോയ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിനെ പറ്റിയൊന്ന് പറയാമെന്ന്. നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ 3-ാം മാസം നമ്മൾ ഹെൽത്ത് സെൻറ്ററിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യണം. ഞങ്ങൾക്ക് ഈ കാര്യമൊന്നും അറിയത്തില്ലായിരുന്നു. യഥാർത്ഥത്തിൽ എനിക്കൊരു 3 മാസമൊക്കെ കഴിഞ്ഞ് 4-5 മാസം ആയപ്പോഴാണ് ആശാ വർക്കർ ഞങ്ങളുടെ വീട്ടിൽ കോൺടാക്റ്റ് ചെയ്തിട്ട് എന്തുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ അറിയിച്ചില്ല എന്ന് ചോദിച്ചത്. അപ്പോഴാണ് അറിയുന്നത് ഇങ്ങനൊരു പദ്ധതി ഉണ്ട്, നമുക്ക് ഇത് രജിസ്റ്റർ ചെയ്യുമ്പോൾ കുറച്ച് ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ടെന്ന് പിന്നീട് ഞങ്ങൾ അറിഞ്ഞത്. അപ്പോൾ അത് ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു 3 മാസം കഴിയുമ്പോൾ നമ്മൾ ആശാ വർക്കറിനെ കോൺടാക്റ്റ് ചെയ്ത് ഹെൽത്ത് സെൻറ്ററിൽ പോയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യണം. ഹെൽത്ത് സെൻറ്ററിൽ പോയി നമ്മൾ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എത്ര മാസമായി, ബ്ലഡ് ടെസ്റ്റ് ചെയ്ത കാര്യങ്ങളെല്ലാം ഒക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ അംഗൻവാടി കൂടെ രജിസ്റ്റർ ചെയ്യണം. അതിനോടൊപ്പം തന്നെ ആധാറും ബാങ്ക് അക്കൗണ്ടും നമ്മൾ സീഡ് ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരുവിധം സെറ്റായി. എന്നിട്ട് നമ്മൾ ഹെൽത്ത് സെൻറ്ററിൽ ചെല്ലുമ്പോൾ നമുക്ക് അവിടെ നിന്നൊരു ബുക്ക് തരും. വേണ്ട, ഇങ്ങനത്തെ ഒരു ബുക്ക് തരും. ഈ ബുക്കിൻ്റെ അകത്ത് നമ്മൾ ഏത് ഹോസ്പിറ്റലിലാണ് കാണുന്നത്, നമ്മുടെ വെയിറ്റ്, നമ്മൾ TT എടുക്കുമല്ലോ, അതിൻ്റെ ഡീറ്റെയിൽസ്, എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് അവർ ഫീഡ് ചെയ്യും. അതേപോലെ തന്നെ കുഞ്ഞ് വന്നതിന് ശേഷം കുഞ്ഞിൻ്റെ പേര്, കുഞ്ഞിൻ്റെ വെയിറ്റ്, ആ കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് വയ്ക്കും. അപ്പോൾ ഇങ്ങനൊരു ബുക്ക് തരും. എന്നിട്ട് നമ്മൾ അംഗൻവാടി കൊണ്ട് കാണിക്കണം. അവിടെ നമ്മുടെ ആധാറും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കായിട്ട് ചെയ്യേണ്ടത്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാസാമാസം കുറച്ച് ഗവൺമെൻറ് തരുന്ന കുറച്ച് ഫ്രീ ഗുഡ്സ് ആയിട്ടുള്ള ഈ ശർക്കര, പയറ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഞങ്ങളിത് ചെയ്തത് ഒരുപാട് ലേറ്റായിട്ടാണ്. ഞങ്ങൾ കോൺടാക്ട് ചെയ്ത് പറഞ്ഞായിരുന്നു ഇങ്ങനെ രജിസ്റ്റർ ചെയ്യണമെന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷേ ഞങ്ങൾ ഇന്ന് ചെയ്യാം, നാളെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ലേറ്റായി. ഞാൻ 7-ാം മാസം 8-ാം മാസം ആയപ്പോഴാണ് ചെയ്തത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് കിട്ടി തുടങ്ങിയത്. അപ്പോൾ ആദ്യമായിട്ട് എനിക്ക് കിട്ടിയത് 7 കിലോ ഗോതമ്പായിരുന്നു കിട്ടിയത്. പിന്നെ ഞുറുക്ക് ഗോതമ്പ് കിട്ടി, ശർക്കര കിട്ടി. ഇപ്രാവശ്യം നമ്മൾ പോയപ്പോൾ നമുക്ക് കിട്ടിയ സാധനങ്ങൾ എന്താണെന്ന് കാണിച്ചു തരാം. അപ്പോൾ എനിക്ക് ശർക്കര സ്ഥിരമായിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് കേട്ടോ. അപ്പോൾ ഇതെനിക്ക് ഞാൻ കഴിഞ്ഞ മാസം ഞാൻ പോയില്ലായിരുന്നു. അപ്പോൾ കഴിഞ്ഞ മാസത്തെ ഇതിനുള്ള ശർക്കര ആവശ്യം വന്നു. പിന്നെ പയർ,
ഇത് 1 കിലോ പയറുണ്ട്. ഇത് ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചപ്പോഴേക്കും പൊട്ടിപ്പോയി. ബാക്കി ഇത് ഇതിനകത്ത് കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും സാധനങ്ങൾ കിട്ടി. കഴിഞ്ഞ മാസം 7 കിലോ ഗോതമ്പ്, പിന്നെ അതിന് മുന്നേ നുറുക്ക് ഗോതമ്പ്, അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതോടൊപ്പം ഇങ്ങനെ നമുക്ക് കുറച്ച് ഫ്രീ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ തരുന്നത് പോലെ തന്നെ നമുക്ക് പൈസയും കിട്ടും. 2 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് നമുക്ക് 5000 റുപ്പീസ് കിട്ടും. ആദ്യത്തെ ഇൻസ്റ്റാൾമെൻറ്റിൽ നമുക്ക് 3000ഉം അടുത്ത ഇൻസ്റ്റാൾമെൻറ്റിൽ 2000ഉം കിട്ടും. ഇപ്പോൾ എനിക്ക് കിട്ടിയോയെന്ന് ചോദിച്ചാൽ എനിക്കിതുവരെ കിട്ടിയിട്ടില്ല. അത് ഞാൻ ആശാ വർക്കറായിട്ട് സംസാരിച്ചപ്പോൾ ചേച്ചി പറഞ്ഞത് നമുക്കത് അവർക്ക് ഫണ്ട് കുറവായതുകൊണ്ട് ഇത്തിരി ലേറ്റ് ആവുന്നതാണ്. ഇനി എപ്പോഴെങ്കിലും അത് താമസിക്കുമെങ്കിലും ഉറപ്പായിട്ടും എന്തായാലും കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കിട്ടുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പിന്നെന്താണ്, അപ്പോൾ നമുക്ക് ഗർഭിണികൾക്കുള്ള സാധനങ്ങൾ ഇവർ തരും. അത് കഴിഞ്ഞ് 6 മാസം ആകുമ്പോൾ കുഞ്ഞിനുള്ള റാഗിപ്പൊടിയൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതേപോലുള്ള സാധനങ്ങൾ നമുക്ക് കിട്ടും. മനസ്സിലായല്ലോ ഇങ്ങനെ ഹെൽത്ത് സെൻറ്ററിൽ പോകുന്നതും രജിസ്റ്റർ ചെയ്യുന്നതൊക്കെ. എനിക്കറിയത്തില്ലായിരുന്നു. അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പുതിയൊരു ഇൻഫർമേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാരും ഇങ്ങനൊരു ചാൻസ് മിസ് ചെയ്യരുത്. ആരും മിസ് ചെയ്യരുത്. ഉണരൂ ഉപഭോക്താവേ, ഉണരൂ. അപ്പോൾ എല്ലാവരും ഇതിന് യൂട്ടിലൈസ് ചെയ്യണം. ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ. ഓക്കെ, ബൈ. ബൈ. അപ്പം അംഗൻവാടി പോയ എല്ലാം നിങ്ങൾ കണ്ടല്ലോ. പക്ഷേ കിട്ടുന്നില്ല. അടുത്തതായി ഞാൻ അവതരിപ്പിക്കുന്നു അൺബോക്സിംഗ് അംഗൻവാടി ഗുഡ്സ്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇതുവരെയുള്ള വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ വിട്ടുപോയി. നമുക്ക് ഈ ഫുഡ്, അതായത് ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടുന്നതിൻ്റെ കൂടെ നമുക്ക് ക്യാഷും കിട്ടും. അതായത് ഓക്കെ, ഞങ്ങൾക്ക് മറന്നുപോയതുപോലെ നിങ്ങൾക്ക് അത് ശരിയായിരുന്നു. അപ്പോൾ എല്ലാ ഗർഭിണികളും ആദ്യമൊന്ന് പറയാം, ഉണരൂ ഉപഭോക്താവേ, ഉണരൂ. ബായ്. ഇത് യഥാർത്ഥ ബായ്.